ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എല്ലാം പരസ്യമാക്കരുത്. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാൽ ചെറുതും വലുതുമാകുന്ന എല്ലാ കാര്യങ്ങളും പരസ്യമാക്കുന്ന ഒരു സമീപനമാണ് പുതിയ തലമുറയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ വളരെ വിനയപരസ്പരം ഓർപ്പിക്കുന്നു, എല്ലാം പരസ്യമാക്കരുത്. നിങ്ങളുടെ സ്വകാര്യത വിലപ്പെട്ടതാകുന്നു. നിങ്ങളുടെ പ്രൈവസി നിങ്ങളുടെ സമ്പത്താകുന്നു. നിങ്ങളുടെ സ്വകാര്യതയെ നിങ്ങൾ നഷ്ടമാക്കരുത്. ഈ വാക്യം ശ്രദ്ധിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യം. പിന്നെ യേശു അവരോടുകൂടെ ഇറങ്ങി നസ്രേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു, മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് യേശുവുമായുള്ള ബന്ധത്തിൽ. വിവിധ കാര്യങ്ങൾ ആ ബാലകനാകുന്ന യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതിനെക്കുറിച്ച് ഈ അമ്മയുടെ സമീപനം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് ഇംഗ്ലീഷിൽ AMPC വേർഷനിൽ ഞാൻ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യം. ആൻഡ് ഹി വെൻറ്റ് ഡൗൺ വിത്ത് ദം ആൻഡ് കെയിം ടു നാസറേത്ത് ആൻഡ് വാസ് ഹാബിച്വലി ഒബീഡിയൻറ്റ് ടു ദം. ആൻഡ് ഹിസ് മദർ, ഹിയർ ദിസ് പോർഷൻ, and his mother kept and closely and persistently guarded all these things in her heart. Guarded all these things in her heart. ഇതൊക്കെ വേണമെങ്കിൽ മറിയയ്ക്ക് ഓടി നടന്ന് നാട്ടിലെല്ലാം പരസ്യമാക്കാമായിരുന്നുവല്ലോ. മറിയ ആത്മാവ് ജ്ഞാനം കൊടുത്തു. ഇത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക, സൂക്ഷിച്ചു വയ്ക്കുക. ഇത് പരസ്യമാക്കുവാനുള്ളതല്ല. ചില കാര്യങ്ങൾ പരസ്യമാക്കുവാനുള്ളതല്ല. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് സ്വകാര്യതകളുണ്ട്. പ്രൈവറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ മറ്റാരും അറിയാതെ തന്നെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ദിനചര്യകളുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ വളരെ പ്രൈവറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് പരസ്യമാക്കുവാൻ കഴിയുകയില്ല. വസ്ത്രം ധരിക്കുന്നത് തന്നെ നമ്മുടെ പ്രൈവസിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. നമുക്ക് നമ്മുടെ നഗ്നത മറ്റാരെയും കാണിക്കുവാൻ ആഗ്രഹമില്ലാത്തതിനാൽ നമുക്കൊരു സംരക്ഷണമാണ് ഇന്ന് വസ്ത്രമെന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ സംവിധാനത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ ആവശ്യമാണ്. അതുകൂടാതെ നമുക്കിന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. നമുക്കൊത്തിരി സ്വകാര്യതകളുണ്ട്. നമ്മുടെ സ്വകാര്യമാകുന്ന ഒരുപാട് കാര്യങ്ങളുള്ളതിനാൽ നമുക്കത് പരസ്യമാക്കുവാൻ കഴിയില്ല. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത്? നിങ്ങളുടെ സ്വകാര്യതകളെ മറയ്ക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മറയ്ക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് പരസ്യമാക്കുവാൻ കഴിയത്തില്ല. ചില കാര്യങ്ങൾ മറയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തന്നെ മറച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ മറച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരസ്യമാക്കരുത്. സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറുതും വലുതുമാകുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നാട്ടിലെല്ലാവരും വിളിച്ചു പറയുകയാണ്. ഉടൻ തന്നെ ക്യാമറയിലേക്ക് അല്ലെങ്കിൽ ഫോൺ എടുക്കുന്നു, ഫോൺ ഓൺ ചെയ്യുന്നു, ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഹോട്ടലിലിരിക്കുകയാണ്. ഈ ഹോട്ടലിലെ മസാല ദോശ രുചികരമാണ്, എന്നാലും വേണ്ട വിധത്തിൽ നല്ലതല്ല. എൻ്റെ സുഹൃത്തെ, നീ മസാല ദോശ കഴിക്കുന്ന കാര്യം ഈ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമാക്കുന്നത് തെറ്റാണോ ശരിയാണോ? അത്രയും പോകണോ? അതിലും ഉയർന്നൊരു നിലവാരത്തിൽ ജീവിക്കുവാൻ കഴിയില്ലേ? സാരി വാങ്ങുന്നതും ചുരിദാർ വാങ്ങുന്നതും മസാല ദോശ കഴിക്കുന്നതും ഇതെല്ലാം പരസ്യമാക്കേണ്ട കാര്യമുണ്ടോ? ചില കാര്യങ്ങളൊക്കെ മറക്കേണ്ട കാര്യങ്ങൾ മറക്കേണ്ടത് ആവശ്യമല്ലേ? ചിലപ്പോൾ അത് അപകടങ്ങൾ വരെ വരുത്തുവാൻ സാധ്യതയുണ്ട്. ഒരു കുടുംബം ചില പ്രത്യേക തീരുമാനങ്ങൾ ഒരു വ്യക്തിയുമായുള്ള ബന്ധത്തിൽ എടുക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവരെന്നോട് ചോദിച്ചു, ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നമുക്ക്, അദ്ദേഹം ഒരുപാട് പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ്, യൂട്യൂബിൽ നോക്കിയാൽ കാണുവാൻ കഴിയും.
ഈ പ്രിയപ്പെട്ടവർ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ ചില കാര്യങ്ങൾ കണ്ടു, ചില ടെസ്റ്റിമണീസ് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനം അവരെടുത്തു. ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് അദ്ദേഹത്തെ തഴയേണ്ടതായിട്ട് വന്നു. പിന്നീട് അവർ പറഞ്ഞ ആ പശ്ചാത്തലത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ യൂട്യൂബിലെ ടെസ്റ്റിമണി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൃദയത്തിലൊരു ചിന്തയുണ്ടായി. അദ്ദേഹം അത് പരസ്യമാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കേണ്ടതല്ലേ? അത് പരസ്യമാക്കിയത് കൊണ്ട് വർഷങ്ങൾക്ക് മുന്നമേ നടത്തിയ ഒരു പ്രഭാഷണത്തിലെ ടെസ്റ്റിമണിയാണ്. അതിന്ന് ഒരു പ്രധാനപ്പെട്ട തീരുമാനം, ഈ കുടുംബം എടുക്കേണ്ട ഒരു തീരുമാനത്തിൽ ആ ടെസ്റ്റിമണി, അതിലെ ചില വാക്കുകൾ, ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില പഴയ അനുഭവങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തീരുമാനമെടുത്തു. ആ തീരുമാനം മുഖാന്തരമായിട്ട് അദ്ദേഹത്തെ അവർക്ക് തഴയേണ്ടതായിട്ട് വന്നു. ഈ വിവാഹ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർ തീരുമാനമെടുക്കുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കും. സോഷ്യൽ മീഡിയയിൽ ഈ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അവിടെയൊക്കെ നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പരസ്യമാക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല വിജയങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കേണ്ട നല്ല വിജയങ്ങൾ തടസ്സപ്പെട്ടു പോകും. വളരെ വളരെ സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. ചില കുട്ടികൾ അവർ കടൽ തീരത്ത് പോയ സന്ദർഭത്തിൽ കടലിൽ വെള്ളവുമായിട്ട് കളിക്കുന്ന അതിൻ്റെ ഇടയിൽ അവർ സ്വിമ്മിങ് സ്യൂട്ട് ഇടുകയുണ്ടായി. അങ്ങനെ സ്വിമ്മിങ് സ്യൂട്ട് ഇട്ട് അവർ ഫോട്ടോഗ്രാഫ്സ് എടുത്തു. ആ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തു. അത് പിന്നെ ഒരു ചെറിയ സംഘർഷമായി തീർന്നു. ആളുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾ സ്വിമ്മിങ് സ്യൂട്ടിട്ട് ആ ചിത്രം ഇട്ടിരിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ ഒരു സംഘർഷത്തിന് കാരണമായി തീർന്നു. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്യമാക്കുന്നത്? നിങ്ങൾ സ്വകാര്യമായൊരു പിക്നിക്കിന് പോയി, നിങ്ങളൊരു വിനോദസഞ്ചാരത്തിന് പോയി, അതെല്ലാം പരസ്യമാക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വിജയങ്ങളും പരസ്യമാക്കേണ്ട കാര്യമുണ്ടോ? രഹസ്യമായി സൂക്ഷിക്കേണ്ടത്, സ്വകാര്യമായി സൂക്ഷിക്കേണ്ടത്, സ്വകാര്യമാകുന്ന ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ മാത്രം പങ്കുവയ്ക്കേണ്ടതല്ല. നിങ്ങൾ പരസ്യമാക്കരുത്. വളരെ വളരെ സൂക്ഷിക്കുക. തഴയപ്പെടുവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ചില സന്ദർഭത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട അടുത്ത വിജയങ്ങൾക്ക് ഇതൊരു തടസ്സമാകുവാൻ, ഇന്നുള്ള ഈ ചില പരസ്യമാക്കലുകൾ ചിലപ്പോൾ അടുത്ത വിജയങ്ങൾക്ക് തടസ്സമാകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാം പരസ്യമാക്കരുത്. ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ ഈ സന്ദേശം വളരെ പ്രസക്തമാകുന്ന സന്ദേശമാണ്. മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങളുടെ മക്കൾക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ മക്കളെല്ലാം ഇത് കേൾക്കണം. എല്ലാം പരസ്യമാക്കരുത്. രഹസ്യമായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ സ്വകാര്യതയെ നിങ്ങൾ സംരക്ഷിക്കുക. നിങ്ങളുടെ സ്വകാര്യതയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സ്വകാര്യതയെ ഒരിക്കലും നിങ്ങൾ പരസ്യമാക്കരുത്. എന്തൊക്കെ പരസ്യമാക്കരുത്? ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുവാൻ കഴിയും, ഗൗരവമേറിയ ചില കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പരസ്യമാക്കരുത്. അതായിരിക്കും ഏറ്റവും നല്ലത്. ദൈവം നിങ്ങൾക്ക് ചില സ്വപ്നങ്ങൾ തന്നിട്ടുണ്ട്, ചില ഡ്രീംസ് തന്നിട്ടുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ചില പദ്ധതികൾ കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ലഭിച്ച സ്വപ്നങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമായി തീരുവാൻ വേണ്ടി പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് പരസ്യമാക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ വിജയങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ നമുക്കത് പങ്കുവയ്ക്കുവാൻ കഴിയുമെന്നാൽ പരസ്യവേദികളിൽ, ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്നും നിങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ വാക്യത്തിൽ യോസഫിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസഫിന് 17 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചു കൊണ്ടൊരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹയുടെയും ശില്പയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്നു. അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനോട് വന്ന് പറഞ്ഞു. ഇവരെല്ലാം ഏത് നിലവാരത്തിലാണ് ജീവിക്കുന്നത് എന്ന് യോസഫ് കണ്ടതാണ്, അവരുടെ കൂടെ ഇരുന്നതാണ്. ഈ യോസഫിന് ഒരു വലിയ അനുഗ്രഹം ഉണ്ടായി. അപ്പനിൽ വ്യാപരിച്ചൊരു കൃപാവരമുണ്ട്. അപ്പൻ
ഇസ്ഹാക്കിൻ്റെ ഭവനത്തിൽ നിന്ന്, യാക്കോബ് തൻ്റെ അപ്പനാകുന്ന ഇസ്ഹാക്കിൻ്റെ ഭവനത്തിൽ നിന്ന് അമ്മയുടെ വീടാകുന്ന ഹാരാനിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ലൂസിൽ വന്നപ്പോൾ, ബഥേലിൽ വന്നപ്പോൾ, അവിടെ അന്ന് രാത്രിയിൽ കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു സ്വപ്നം കാണുകയുണ്ടായി. അത് തൻ്റെ ജീവിതത്തിലൊരു പ്രത്യേക ആത്മമണ്ഡലം തുറക്കപ്പെടുകയായിരുന്നു. അവിടെ മുതൽ താൻ സൂപ്പർ നാച്ചുറലിലേക്ക് മാറുകയാണ്. പഴയകാല ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൂപ്പർ നാച്ചുറലിലേക്ക് മാറുകയാണ്. വിശേഷിച്ചും താൻ സ്വപ്നങ്ങളിലൂടെ ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങി. അതൊരു കൃപാവരമായിരുന്നു, തനിക്ക് ലഭിച്ച ഒരു ഗിഫ്റ്റായിരുന്നു. സ്വപ്നങ്ങളിലൂടെ ദൈവശബ്ദം കേൾക്കുക. ആ ഗിഫ്റ്റ് 12 മക്കളിൽ യോസഫിൻ്റെ മേലാണ് വന്നു പതിച്ചത്. ജനറേഷനലായിട്ടുള്ള ചില നല്ല കാര്യങ്ങൾ ഇമ്പാർട്ടഡ് ആകും. മക്കൾ 12 ഉണ്ടെങ്കിലും എല്ലാവരിലും അത് വരണമെന്നില്ല. ചിലപ്പോൾ അത് വന്ന് ഇമ്പാർട്ടഡ് ആകുന്നത് ഒരാളിലായിരിക്കും. അത് അപ്പൻ സ്വപ്നം കാണുന്നവനായിരുന്നു. അപ്പനിലുണ്ടായിരുന്ന സ്വപ്നം കാണുക എന്നുള്ള ആ ഗിഫ്റ്റ്, ഡ്രീം കാണുക എന്നുള്ള ഗിഫ്റ്റ് വന്നു വീണത് യോസഫിലാണ്. യോസഫ് 17-ാം വയസ്സിൽ സ്വപ്നം കണ്ടു. ഒരുപക്ഷെ ഇത് തൻ്റെ ആദ്യത്തെ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ആയിരിക്കും. സൂപ്പർ നാച്ചുറലിലേക്ക് താൻ പ്രവേശിക്കുകയാണ്. അപ്പൻ തന്നെ സ്നേഹിച്ചൊരു നിലയങ്കി അവൻ ഉണ്ടാക്കി കൊടുത്തല്ലോ. ആ നിലയങ്കി ഉണ്ടാക്കി കൊടുത്ത ആ സമയത്ത് അതായിരിക്കാം ഒരു വാതിൽ തുറക്കുന്ന നിമിഷമെന്ന് പറയുന്നത്, ഒരു താക്കോൽ എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കാം ഒരു ഇമ്പാർട്ടേഷൻ നടക്കുന്നത്. അപ്പനിൽ നിന്ന് അപ്പൻ്റെ ഗിഫ്റ്റ്, ഡ്രീം കാണുക എന്നുള്ള ഗിഫ്റ്റ് മകൻ യോസഫിൻ്റെ മേൽ ഇമ്പാർട്ടഡ് ആകുകയാണ്. 17-ാം വയസ്സിൽ യോസഫ് ഇതാ സ്വപ്നം കാണുന്നു. സ്വപ്നം വളരെ അത്ഭുതകരമാകുന്ന സ്വപ്നമാണ്. എന്നാൽ ഈ സ്വപ്നം പരസ്യമാക്കിയത് യോസഫ് ചെയ്ത ഒരബദ്ധമല്ലേ? അങ്ങനെ തന്നെ നമുക്ക് ആ നിഗമനത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. 5-ാം വാക്യത്തിൽ യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. സ്വപ്നം കണ്ടതുമൂലം ഇപ്പോൾ നല്ല റിസൾട്ടല്ലുണ്ടാകുന്നത്. ഒരു നല്ല റിസൾട്ടിനെ കുറിച്ചാണ് സ്വപ്നം കണ്ടിരിക്കുന്നത്. നല്ല ഭാവി തനിക്കുണ്ടാകുവാൻ പോകുന്നു. ഒരു നല്ല റിസൾട്ടിനെ കുറിച്ചുള്ള സ്വപ്നം കണ്ടു എങ്കിലും അത് പരസ്യമാക്കാതിരിക്കണമായിരുന്നു. അത് പരസ്യമാക്കിയതിനാൽ സഹോദരന്മാർ, ഏറ്റവും അടുത്ത് തന്നോടുകൂടെയുള്ളവർ, ഇത് ദൂരെയുള്ളവരൊന്നുമല്ല, ഇത് ശത്രുക്കളൊന്നുമല്ല, ഏറ്റവും അടുത്ത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തന്നെ പകച്ചു. ഈ പകയുടെ പിന്നിലെ രഹസ്യം എന്താണെന്നറിയാമോ? അസൂയ. നിന്റെ സ്വപ്നങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ മറ്റുള്ളവരിൽ ഉണ്ടാകുവാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ് അസൂയ എന്ന് പറയുന്നത്. കുശുമ്പും അസൂയയും. അവർക്ക് അസൂയ തോന്നും. നിനക്കുണ്ടാകാൻ പോകുന്ന ആ വലിയ ഉയർച്ച, നിന്റെ സ്വപ്നം സാഫല്യമാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് പൂർത്തീകരണത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ, നീ എത്തിച്ചേരുവാൻ പോകുന്ന ആ സ്ഥാനത്തെക്കുറിച്ചുള്ള ഈ അറിവ് ചിലപ്പോൾ മറ്റുള്ളവരിൽ അസൂയ കൊണ്ടുവരും. അതിനാലാണ് പരസ്യമാക്കരുത്, സ്വപ്നങ്ങൾ പരസ്യമാക്കരുത് എന്ന് പറയുന്നത്. എന്തിനാ നീ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം വിളിച്ചു പറയുന്നത്? നിന്റെ സ്വപ്നങ്ങൾ, ദൈവം നിന്നോട് സംസാരിച്ച ഈ കാര്യങ്ങൾ, അത് പൊതുവിൽ അറിയേണ്ട കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു പറയണം. അല്ല, ഇത് സ്വകാര്യമായിട്ട് സൂക്ഷിക്കുകയും നീ തന്നെ സംഗ്രഹിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടത് ഒരു കാര്യമാകുന്നുവെങ്കിൽ, നിന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളോടുകൂടെ മുന്നോട്ട് പോകുവാൻ വേണ്ടി കർത്താവ് നിന്നോട് ഇടപെട്ട കാര്യമാകുന്നുവെങ്കിൽ നീ എന്തിനാണത് പരസ്യപ്പെടുത്തുന്നത്? പരസ്യപ്പെടുത്തുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടാകുവാൻ പോകുന്നുവോ? അരുത്. അവിടെ സൂക്ഷ്മതയുള്ളവരായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യോസഫ് അങ്ങനെ ആ സ്വപ്നം പങ്കുവച്ചതുകൊണ്ട് യോസഫിനുണ്ടായത് തൻ്റെ സ്വന്തം സഹോദരന്മാരെല്ലാം തന്നെ പകയ്ക്കുകയുണ്ടായി. അവർക്ക് കടുത്ത അസൂയയായി. ആ അസൂയയുടെ ഫലമായിട്ടാണ് ഇതാ യോസഫ് ഇപ്പോൾ പൊട്ടക്കുഴിയിൽ കിടക്കുകയാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ചില യോസഫുമാർ, പൊട്ടക്കുഴിയിൽ കിടക്കുന്ന യോസഫുമാർ, കർത്താവ് നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ്. അവരസൂയപ്പെട്ടു എങ്കിലും, അവർ പകച്ചു എങ്കിലും നിൻ്റെ സ്വപ്നം അത് യാഥാർത്ഥ്യമായി തീരും. അത് പൂർത്തീകരണത്തിൽ വരും. നീ ഇപ്പോൾ കിടക്കുന്ന ആ കുഴിയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തെടുക്കുകയാണ്. വളരെ വളരെ സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പരസ്യമാക്കാതിരിക്കുന്നതാണ് നല്ലത്. സോഷ്യൽ മീഡിയയിൽ
പെട്ടെന്ന് നിങ്ങൾ വിളിച്ചു പറയരുത്, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് IAS-കാരനാകണമെന്നാണ്, അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് കേടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ തീരുമാനമെടുത്തുകൊള്ളുക. എന്നാൽ പൊതുവിൽ ഞാൻ പറയുന്നത് അത് പരസ്യമാക്കാതിരിക്കുകയാണ് നല്ലത്. അതെന്തിനാണ് നീ വിളിച്ചു പറയുന്നത്? നിൻ്റെ ഹൃദയത്തിൽ നിനക്ക് ദൈവം നൽകിയിരിക്കുന്നൊരു സ്വപ്നമല്ലേ, അത് നീ പരസ്യമാക്കാതിരിക്കുകയാണ് നല്ലത്. നിനക്ക് വേണ്ടി അതേപോലെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് പങ്കുവയ്ക്കുന്നത് അതിൽ തെറ്റുണ്ടാകണമെന്നില്ല. അല്ലാതെ അസൂയ ജനിപ്പിക്കുമാറ് മറ്റുള്ളവർ നിന്നെ പകയ്ക്കുന്ന നിലവാരത്തിൽ നിൻ്റെ സ്വപ്നങ്ങൾ നീ പങ്കുവയ്ക്കാതിരിക്കുക. ഒന്നാമത് സ്വപ്നങ്ങൾ, ഡ്രീംസ് പരസ്യമാക്കരുത്. രണ്ടാമതായിട്ട് നിൻ്റെ വേദനകൾ, നിൻ്റെ പെയിൻസ്, ഇതും ശ്രദ്ധിക്കണം. ഇത് വിചിത്രമായി നിങ്ങൾക്ക് തോന്നുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വേദനകൾ പരസ്യമാക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത്. ചില സന്ദർഭങ്ങളിൽ അത് ശരിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ പരാജയങ്ങൾ, നിങ്ങളുടെ പെയിൻസ്, നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ പരസ്യമാക്കുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് നിങ്ങളുടെ സങ്കടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ വേദനകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഹന്നയ്ക്ക് ദൈവം കൊടുത്ത ജ്ഞാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹന്ന ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിയാകുന്നു, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. 6-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ വളരെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ ഹന്ന കരഞ്ഞ് പട്ടിണി കിടന്നു. എന്നിട്ടും ഈ വേദനകളൊന്നും എൽക്കാനയോട് പങ്കുവച്ചില്ല. അതിൻ്റെ അർത്ഥം പരസ്യമാക്കിയില്ല, എൽക്കാനയോടും പങ്കുവച്ചില്ല. ചർച്ചിൽ ചെന്നപ്പോൾ, അല്ലെങ്കിൽ ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പുരോഹിതനാകുന്ന ഏലിയോടും പങ്കുവച്ചില്ല. അവളത് പരസ്യമാക്കിയില്ല. എന്തിനാണ് നിൻ്റെ വേദനകളെല്ലാം നീ പരസ്യമാക്കുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമാക്കുന്നത്? ഒരു വലിയ അത്ഭുതകരമാകുന്ന ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഹന്നയ്ക്ക് അവിടെ ലഭിച്ചത്. അതുകൊണ്ട് ഇവൾ ഇത് പങ്കുവച്ചത് ഒരാളോടാണ്, യഹോവയോടാണ് ഇവളിത് പങ്കുവയ്ക്കുന്നത്. 10-ാം വാക്യത്തിൽ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. നിന്റെ വേദനകളും സങ്കടങ്ങളും വളരെ അടുത്ത് നിന്നെ സ്നേഹിക്കുന്ന, നിന്നോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്ന, നിന്നെ പിന്തുണയ്ക്കുന്ന വ്യക്തികളോട് പങ്കുവയ്ക്കണം. ചിലപ്പോൾ അത് പരസ്യവേദികളിൽ പങ്കുവയ്ക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഇവിടെ എൽക്കാനയോട് ഹന്ന ഇത് പങ്കുവച്ചിരുന്നുവെങ്കിൽ ഇവളുടെ വേദന വർദ്ധിക്കുമായിരുന്നു. വീട്ടിൽ വലിയൊരു ബഹളമുണ്ടാകുമായിരുന്നു, വഴക്കാകുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകുമായിരുന്നു. എൽക്കാനയോട് ഇത് പങ്കുവച്ചിരുന്നു എങ്കിൽ പെനീന കൂടുതൽ ഹന്നയെ മുഷിപ്പിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനാൽ അവളത് പങ്കുവച്ചില്ല, അത് പരസ്യമാക്കിയില്ല. അവളുടെ വേദനകൾ അവൾ പരസ്യമാക്കിയില്ല. പകരം എല്ലാ വേദനകളും മനോവ്യസനത്തോടെ യഹോവയുടെ സന്നിധിയിൽ പകരുകയുണ്ടായി. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇയ്യോബിൻ്റെ വേദനകൾ പരസ്യമായി. അത് പരസ്യമാക്കാതെ, ഇയ്യോബ് തന്നെ പരസ്യമാക്കാതെ ദേശനിവാസികളെല്ലാം അറിയുമല്ലോ, അത് പരസ്യമായിപ്പോയി. അങ്ങനെ പരസ്യമായിപ്പോയത് കൊണ്ടാണ് തൻ്റെ സുഹൃത്തുക്കൾ ഓടി വന്നത്. തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാർ ഓടി വന്നിട്ട് എന്തെങ്കിലും ആശ്വാസം ഇയ്യോബിന് ലഭിച്ചോ? എന്തെങ്കിലും ആശ്വാസം ഇയ്യോബിന് ലഭിച്ചോ? ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ഈ കൂട്ടുകാർ വന്നിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. വേദന ഇവിടെ പരസ്യമായിപ്പോയി. ലോകം മുഴുവൻ അറിയുന്ന നിലയിൽ ഇയ്യോബിൻ്റെ വേദനകളിലും അറിയത്തക്കവണ്ണം, നാട് മുഴുവൻ അറിയത്തക്കവണ്ണം പരസ്യമായിപ്പോയി. ഇയ്യോബ് പരസ്യമാക്കിയതല്ല, അല്ലാതെ തന്നെ അത് പരസ്യമായി. അങ്ങനെ പൊതുവിൽ സംഭവിച്ച കാര്യങ്ങളില്ലേ, തനിക്കെല്ലാ നഷ്ടങ്ങളുണ്ടാകുമ്പോൾ അത് നാട്ടുകാരെല്ലാം അറിയുമല്ലോ. അങ്ങനെ പരസ്യമായിപ്പോയി. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ആശ്വാസകന്മാർ വന്നു കഴിഞ്ഞപ്പോൾ ആ ആശ്വാസകന്മാർ വേദനയെ വർദ്ധിപ്പിച്ചു, ഇയ്യോബിൻ്റെ വേദനയെ വർദ്ധിപ്പിച്ചു. അവർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി തീർന്നു. അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വേദനകൾ നിങ്ങൾ പരസ്യമാക്കുകയാണെങ്കിൽ, ആവശ്യമില്ലാത്ത ഇടങ്ങളിലെല്ലാം നിങ്ങൾ പരസ്യമാക്കുകയാണെങ്കിൽ, മനുഷ്യനൊരു സ്വഭാവമുണ്ട്, മനുഷ്യന് ജഡ്ജ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്.
വിധിക്കുന്നൊരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും ഒരു പരാജയം സംഭവിക്കുമ്പോൾ, ഒരു വേദനയിലൂടെ, ഒരു ഗുരുതരമാകുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരത് കേൾക്കുമ്പോൾ അവർ ചിന്തിക്കടാ, ഇവൻ എന്തോ പാപം ചെയ്തിട്ടാണ് ഇത് ഇവന് വന്നത്. വിധിക്കുന്ന മനോഭാവമുണ്ട്. ഇവൻ എന്തു പാപം ചെയ്തുകൊണ്ടാണ് ഇവനിത് വന്നത്. അതിനാലാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത വേദികളിൽ നിങ്ങളുടെ വേദനകൾ പരസ്യമാക്കരുത്. സോഷ്യൽ മീഡിയയിലൊക്കെ എന്തിനാണ് നിങ്ങളുടെ പരാജയങ്ങളും വേദനകളും നിങ്ങൾ പരസ്യമാക്കുന്നത്? ആളുകൾ നിങ്ങളെ വിധിക്കും. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആളുകൾ നിങ്ങളെ അടുപ്പിക്കുക പോലുമില്ല, തഴഞ്ഞു കളയും. അവർ തഴയിട്ട് അടുപ്പിക്കേണ്ട അതല്ല ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്തിനാ നിങ്ങളിത് ആവശ്യമില്ലാത്ത വേദികളിൽ ദൈവനിയോഗമില്ലാതെ പരസ്യമാക്കുന്നത്? അപ്പോഴത്തെ ഒരാവശ്യം നിങ്ങൾക്ക് തോന്നുന്നു, ഒരു സുഖം തോന്നുന്നത് അങ്ങ് പരസ്യമാക്കിയേക്കാമെന്ന് അറിയാതെ അങ്ങ് പറയുകയാണ്. എന്തിനാണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവയ്ക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ സ്വകാര്യതകളെ താൽക്കാലികമായിട്ട് നമുക്ക് ഒരു സന്തോഷം തോന്നുന്നു അങ്ങ് പറഞ്ഞേക്കാം. ആ നിലയിൽ നിങ്ങളുടെ സ്വകാര്യതകളെ നിങ്ങൾ പരസ്യമാക്കരുത്. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഇയ്യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ 2-ാം വാക്യത്തിൽ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. ഈ 3 പേരും ആശ്വസിപ്പിക്കുന്ന 3 പേരും വന്ന് പറയുന്നു, ഇയ്യോബേ, നീ കഠിന പാപം ചെയ്തു, അതുകൊണ്ടാണ് നിനക്കിതെല്ലാം വന്നിരിക്കുന്നത്. എന്നാൽ ഇയ്യോബ് അവിടെ പാപം ചെയ്തതുകൊണ്ടൊന്നുമല്ല ഇയ്യോബിന് ആ പ്രതിസന്ധി ഉണ്ടായത് എന്ന് നമുക്കറിയാം. അവർ വന്നിട്ട് വ്യസനിപ്പിക്കുകയാണ്. അതാണ് ഇയ്യോബ് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. നിങ്ങളുടെ വേദനകൾ നിങ്ങൾ പരസ്യമാക്കരുത്. 3-ാമതായിട്ട്, നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിന് ചില പ്രോസസ്സുണ്ട്. പ്രോസസ് ടു സക്സസ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആ ഒരുക്കങ്ങൾ നിങ്ങൾ പരസ്യമാക്കരുത്. ദൈവം നിങ്ങളെ നടത്തുന്ന ചില പാതകളുണ്ട്. നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്, നിങ്ങളെ മെനഞ്ഞെടുക്കുകയാണ്. അവിടെ നിങ്ങൾ കഠിനമാകുന്ന ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. അതൊരു പ്രോസസ്സാണ്. മോശ 40 വർഷം മരുഭൂമിയിലായിരുന്നു. അതൊരു പ്രോസസ്സായിരുന്നു. വരാൻ പോകുന്നൊരു വലിയ ദൗത്യത്തിന് വേണ്ടി മോശയെ സജ്ജമാക്കുകയായിരുന്നു. ദാവീദ് കടന്നുപോയൊരു പ്രോസസ്സുണ്ട്. ഇന്നത് നമുക്ക് ഉപകാരമാണ്. ബൈബിളിലൂടെ നമുക്കത് വായിക്കുവാൻ കഴിയും. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ പ്രോസസ് ടു സക്സസ് പരസ്യമാക്കാതിരിക്കണം എന്നുള്ളതാണ് പൊതുവിൽ ഞാൻ ഈ ഭാഗത്ത് പറയുന്നത്. നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങൾ പോകുന്ന ആ പാത, ആ പാതയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പരസ്യമാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പരസ്യമാക്കേണ്ട, അത് പരസ്യമാക്കേണ്ട ഒരു സമയം വരും. ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ചില പ്രധാനപ്പെട്ട സംഘർഷങ്ങളുണ്ട്. ആ സംഘർഷങ്ങളിൽ ദൈവം എന്നെ രൂപപ്പെടുത്തുവാൻ വേണ്ടി കടത്തിവിട്ട ചില പ്രോസസ്സിങ്, ചില രൂപപ്പെടുത്തുവാൻ, മെനയുവാൻ വേണ്ടി കടത്തിവിട്ട ചില വഴികളുണ്ട്. ഞാനിപ്പോൾ അത് ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ട്, കർത്താവേ, എനിക്കൊരു 70 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്കത് പരസ്യപ്പെടുത്തുവാനുള്ള അനുവാദം തരയണമേ എന്ന്. ഇപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ എത്തിയിരിക്കുന്ന വിജയത്തിൻ്റെ ഒരു പ്രതലമുണ്ട്. ഇനിയും മുന്നോട്ട് വിജയങ്ങൾ ലഭ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് കുറേ കൂടെ അധികാരത്തിൻ്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പഴയ പ്രോസസ്സിങ് പങ്കുവയ്ക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സമയങ്ങളുണ്ട്. ഞാനതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 40-ാം വയസ്സിൽ 35-ാം വയസ്സിൽ നിങ്ങൾ കടന്നു പോകുന്ന ആ പ്രോസസ് ടു സക്സസ് നിങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആ രഹസ്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ആ സമയത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന ചില രീതികൾ പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രോസസ് ടു സക്സസ് നിങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ നമുക്കൊരു പ്രവാചകനെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ പ്രവാചകൻ ദൈവപുരുഷൻ യെരോബെയാമിൻ്റെ യാഗപീഠത്തിനെതിരെ പ്രവചിക്കുന്നുണ്ട്. അതിനുശേഷമായിട്ട്
യെരോബിയാം പറഞ്ഞു, എൻ്റെ അരമനയിൽ വരിക, ഞാൻ നിനക്കൊരു സമ്മാനം തരുമെന്ന് പറയുകയുണ്ട്. അപ്പോൾ 8-ാം വാക്യത്തിൽ ഈ ദൈവപുരുഷൻ പറയുകയാണ്, നിൻ്റെ അരമനയിൽ പകുതി തന്നാലും ഞാൻ നിന്നോട് വരികയില്ല. അത്രയും പറഞ്ഞാൽ മതി, അവിടെ കൊണ്ട് അവസാനിപ്പിച്ചാൽ മതി. എന്നാൽ തൻ്റെ ഇവിടെ വരെയുള്ള വിജയത്തിൻ്റെ രഹസ്യം താൻ പറയുകയാണ്. ഈ സ്ഥലത്ത് വച്ച് ഞാൻ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓ, രഹസ്യം പരസ്യമാക്കി. അരുതാത്ത കാര്യം അതവിടെ പരസ്യമാക്കരുതായിരുന്നു. ഇതൊരിക്കലും ഈ ദൈവമില്ലാത്ത ഈ മനുഷ്യനോട് പങ്കുവെക്കരുതായിരുന്നു. ദൈവം നിന്നോട് സ്വകാര്യമായി ഇടപെട്ടതല്ലേ. നിന്റെ വിജയത്തിൻ്റെ രഹസ്യം ഇതാണ്. പോയി ഇവിടെ പ്രവചിക്കുമ്പോൾ അവിടെ ഒന്ന് അപ്പം ഭക്ഷിക്കരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരരുത്, ദൈവം നിന്നോട് പറഞ്ഞതല്ലേ. ഇത് നീ പരസ്യമാക്കരുത്. പിന്നീട് ഈ പ്രവാചകന് സംഭവിച്ചത് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. എല്ലാം പരസ്യമാക്കരുത്. നിങ്ങളുടെ സ്വകാര്യതകൾ, നിങ്ങളുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിലുള്ളത് നിനക്ക് വേണ്ടിയുള്ളതാണ്. നിൻ്റെ തലമുറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടിയുള്ളതാണ്. അത് പരസ്യമാക്കരുത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് കൊണ്ടുവരരുത്. ഇപ്പോൾ കുഴപ്പമില്ലായിരിക്കും, 10 വർഷം കഴിഞ്ഞായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ ഈ പഴയ വീഡിയോ ചിലപ്പോൾ നിനക്ക് കേടുവരുത്തും. വളരെ സൂക്ഷ്മതയോടുകൂടായിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരസ്യമാക്കരുത്. നിൻ്റെ സ്വകാര്യതയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഞാൻ ആദ്യത്തെ ആ വാക്യം ഒരിക്കൽ കൂടെ ഇംഗ്ലീഷിൽ വായിക്കുന്നു. AMPCയിൽ നിന്ന് ലൂക്ക് ചാപ്റ്റർ 2 and verse number 51 മറിയയുടെ സമീപനം നിങ്ങൾ ശ്രദ്ധിക്കുക. And his mother kept and closely and persistently guarded all these things in her heart. Guarded all these things in her heart. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 2-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യം, ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്വകാര്യമായി സൂക്ഷിക്കേണ്ടത്, നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് പരസ്യമാക്കരുത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല നിമിഷങ്ങളിൽ അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയുടെ ജനത്തോട് സംസാരിച്ചതിനായി സ്തോത്രം. ഇതൊരു അത്ഭുതകരമാകുന്ന മാറ്റം അനേകരിൽ കൊണ്ടുവരണമേ. അവരുടെ ജീവിതത്തെ അവർ സൂക്ഷിക്കുവാനും അവരുടെ സ്വകാര്യതകളെ പരസ്യമാക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിനെ, സംരക്ഷിക്കുവാനും ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വിശേഷമാകുന്ന കൃപകളെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗബാധകൾ വിട്ടുപോകട്ടെ യേശുവിൻ നാമത്തിൽ. രോഗബാധകൾ വിട്ടുപോകട്ടെ. മരണകരമാകുന്ന രോഗബാധകൾ വിട്ടുപോകട്ടെ. കിടപ്പ് രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ കിടക്ക് വിട്ട് എഴുന്നേൽക്കട്ടെ യേശുവിൻ നാമത്തിൽ. ചില സ്കിൻ അലർജികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സോറിയാസിസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡയാലിസിസ് അപ്രത്യക്ഷമായി കിഡ്നികൾ സൃഷ്ടിക്കപ്പെടട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഷോൾഡറിൽ വല്ലാത്ത പെയിൻ അനുഭവിക്കുന്ന ഒരാളിനെ ഇപ്പോൾ കർത്താവ് തൊടുന്നു. കൈ ഉയർത്തിക്കോ. ഇപ്പോൾ യേശു നിൻ്റെ കൈകളെ സൗഖ്യമാക്കുകയാണ്, നിൻ്റെ ഷോൾഡറിനെ സൗഖ്യമാക്കുകയാണ്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടഞ്ഞ വഴികളുടെ മുൻപിൽ പതറി നിൽക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. ആമേൻ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ സന്ദേശം വളരെ വിലപ്പെട്ട സന്ദേശമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം അർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഹോളി സ്പിരിറ്റ് റിവൈവൽ അയർലൻഡിൽ ഇൻ ക്രൈസ്റ്റ് ചർച്ച് ഡബ്ലിനിലെ ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ ഹോളി സ്പിരിറ്റ് റിവൈവൽ നടക്കുന്നു. ഓഗസ്റ്റ് മാസം 2, 3, 4 ദിവസങ്ങളിൽ കർത്താവിൽ ശ്രേഷ്ഠരാകുന്ന ദൈവദാസന്മാർ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്. ആ ഉണർവ് ലോകവ്യാപകമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണർവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ
നിങ്ങൾ കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. മാത്രവുമല്ല, റിവൈവലിനെ നിങ്ങളുടെ ചർച്ചുകളിലേക്ക് നിങ്ങൾക്ക് വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിയും. ഇൻ ക്രൈസ്റ്റ് ചർച്ച്, ഡബ്ലിൻ, അയർലൻഡ്, ഓഗസ്റ്റ് മാസം 2, 3, 4 കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.